ഒരുപാട് ആളുകൾ ഒരുപാട് തവണ ആവശ്യപ്പെട്ട എക്സലിലെ സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ കുറിച്ചും സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ കുറിച്ചും മുമ്പ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എക്സലിൽ ഡേറ്റ എൻട്രി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് അഥവാ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഇതിൽ തന്നെ ഒരുപാട് ടൈം സേവ് ചെയ്ത് തരുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂളാണ് സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ പ്രത്യേകത ഇതാണ്: നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്ന അക്ഷരങ്ങളുള്ള ഓപ്ഷൻസ് മാത്രമാകും സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ അപ്പിയർ ചെയ്യുക. സോ എക്സലിൽ സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്ന സെല്ല് നോക്കുക. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം. ഈ കാണുന്ന വാല്യൂസ് ആണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ENG എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ENG എന്ന അക്ഷരങ്ങൾ വരുന്ന ഓപ്ഷൻസ് മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുക. വീണ്ടും ACC നോക്കുക. ACC എന്ന അക്ഷരങ്ങൾ വരുന്ന അക്കൗണ്ടൻ്റ് എന്ന വാക്കുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഇവിടെ കാണുന്നത്. സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്നാണ് ഈ ഓപ്ഷൻ പറയുക. ഇന്ന് ഈ ദിവസം വരേക്കും, അതായത് 2021 ഡിസംബർ വരേക്കും എക്സൽ ഫോർ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 3 ലെങ്തി ആയിട്ടുള്ള ഫോമുലകൾ ഉൾപ്പെടുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഇനി തൊട്ട് മുമ്പ് കണ്ട പോലെ ഒരു സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഈ സെല്ലിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് 3 ഹെൽപ്പർ കോളംസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന അക്ഷരങ്ങൾ ഇവിടെയുള്ള ഏതൊക്കെ സെല്ലുകളിലുണ്ടെന്നുള്ളത് കണ്ടെത്താനാണ് ആദ്യത്തെ ഹെൽപ്പർ കോളം. ഉദാഹരണത്തിന് ഞാനിവിടെ ENG എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈ അക്ഷരങ്ങൾ ഇവിടെയുള്ള ഏതൊക്കെ സെല്ലുകളിലുണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ സെർച്ച് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ENG എന്ന അക്ഷരങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇനി ഈ സെൽ റെഫറൻസിലെ 3 എന്ന റോ ഇൻഡെക്സിന് മുന്നിൽ ഒരു ഡോളർ സൈൻ ആഡ് ചെയ്യുന്നു. ഈ ഫോമുല താഴേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ സെൽ റെഫറൻസ് താഴേക്ക് മൂവ് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ഈ ഡോളർ സൈൻ ആഡ് ചെയ്തത്. കോമ. ഇനി ഈ ഓപ്ഷൻസിലെ ആദ്യത്തെ ഓപ്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ഫോമുല 9 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. അതായത് ഈ അക്ഷരങ്ങൾ ഈ ഓപ്ഷനിലെ 9ാമത്തെ പൊസിഷനിൽ കാണാൻ സാധിക്കും. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഇവിടെ ഏതൊക്കെ സെല്ലുകളിൽ നമ്പർ വന്നിട്ടുണ്ടോ ആ സെല്ലുകൾക്ക് ഇടതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങളുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി ഈ എറർ വാല്യൂസ് ഒഴിവാക്കാനായിട്ട് സെർച്ച് ഫംഗ്ഷന് മുന്നിൽ ഇഫ് എറർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കോമ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ഇനി ഈ ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, എറർ വാല്യൂസ് എല്ലാം ഒഴിവായത് കാണാം. ഇനി ഞാനിവിടെ ACC എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നോക്കുക, ആ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾക്ക് നേരെ സംഖ്യകൾ വന്നത് കാണാം. ഇനി നമുക്ക് വേണ്ടത് ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളുടെ എണ്ണമാണ്. അതിനുവേണ്ടി ആദ്യം ഈ സെല്ലുകളിൽ നമ്മൾ 1-0 വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്പേഴ്സ് ഉള്ള സെല്ലുകളെ 1 ആയിട്ടും ബ്ലാങ്ക് വാല്യൂസ് ഉള്ള സെല്ലുകളെ 0 ആയിട്ടും മാറ്റുന്നു. അതിനുവേണ്ടി ഇഫ് എറർ ഫംഗ്ഷന് മുന്നായിട്ട് ഡബിൾ നെഗറ്റീവ് ഇസ് നമ്പർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ഇനി ഈ ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, ACC എന്ന അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾക്ക് നേരെ 1 എന്ന വാല്യൂ വന്നത് കാണാം. ഇനി ഈ അക്ഷരങ്ങൾ വരുന്ന ഓപ്ഷൻസിൻ്റെ എണ്ണം കിട്ടാനായിട്ട് 2ാമത്തെ ഹെൽപ്പർ കോളം ഫോമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ ഹെൽപ്പർ കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക. ഈക്വൽ 1 കോമ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ ഹെൽപ്പർ കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക. F4 എന്ന കീ പ്രസ് ചെയ്യുക. നോക്കുക, സെൽ റെഫറൻസ് അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക. കോളൻ. വീണ്ടും അതേ സെല്ല് സെലക്ട് ചെയ്യുക. കോമ 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കോമ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ഇനി ഈ ഫോമുല താഴെ കോപ്പി ചെയ്യാം.
നോക്കുക ENG എന്ന അക്ഷരങ്ങൾ വരുന്ന 4 ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. EXE നോക്കുക 2 ഓപ്ഷൻസ്. ഇനി ഈ ഓപ്ഷൻസ് ഇങ്ങോട്ടേക്ക് കിട്ടാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ഇൻഡെക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഓപ്ഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, F4 നോക്കുക സെൽ റെഫറൻസുകൾ ആബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി, കോമ മാച്ച് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റോസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, രണ്ടാമത്തെ ഹെൽപ്പ് കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക, F4 ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക, കോളൻ വീണ്ടും അതേ സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ ഇനി രണ്ടാമത്തെ ഹെൽപ്പ് കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക, F4 കോമ 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി എൻ്റർ. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുക, ENG നോക്കുക ENG എന്ന അക്ഷരങ്ങൾ വരുന്ന എല്ലാ ഓപ്ഷൻസും ഇവിടെ വന്ന് കാണാം. ഇനി ഈ എറർ വാല്യൂസിനെ ഒഴിവാക്കാനായിട്ട് ഇൻഡെക്സ് ഫംഗ്ഷന് മുന്നിലായിട്ട് ഇഫ് എറർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോമ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുക. ഇനി ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഈ സെല്ലിലൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഡേറ്റ ടാബിൽ ഡേറ്റ വാലിഡേഷൻ, ലിസ്റ്റ്, ഈ അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്യുക, ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ഡൗൺ ആരോ എറർ അലേർട്ട് എന്ന ടാബിൽ പോവുക, ഈ ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുക, ഓക്കെ. ഇനി ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ACC എന്ന അക്ഷരങ്ങൾ വരുന്ന ഓപ്ഷൻസ് കാണാം. ENG നോക്കുക വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ ഒരു സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് തയ്യാറായി. മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഫോർമുലകളെ ഞാൻ ബ്രേക്ക് ചെയ്ത് എഴുതിയത്. വൺസ് ഈ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഈ 3 ഫോർമുലകളും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എഴുതാവുന്നതാണ്. ഇനി സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ ടെക്നിക്ക് നോക്കാം. ഈ ഡേറ്റ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, Ctrl+C office.com ലോഗിൻ ചെയ്യാം, എക്സൽ ഓൺലൈൻ അഥവാ എക്സൽ ഫോർ വെബ് ഓപ്പൺ ചെയ്യുന്നു, ന്യൂ ബ്ലാങ്ക് വർക്ക് ബുക്ക്, കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, Ctrl+V. ഇനി ഈ ഡേറ്റ ഉപയോഗിച്ച് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഡേറ്റ ടാബിൽ ഡേറ്റ വാലിഡേഷൻ, ലിസ്റ്റ്, ഈ കാണുന്ന ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ഓക്കെ. നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിന് വലതുവശത്ത് ഒരു ആരോ വന്നാൽ കാണാം. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂസ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. അതായത് നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ പ്രത്യേകത നോക്കിക്കൊള്ളാം. ഞാനിവിടെ ENG എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ENG എന്ന അക്ഷരങ്ങളുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഇവിടെ കാണിക്കുക. EXE അതായത് എക്സൽ ഓൺലൈനിൽ അഥവാ എക്സൽ ഫോർ വെബിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകളെല്ലാം ബൈ ഡിഫോൾട്ട് സെർച്ചബിൾ ആയിരിക്കും. സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സൽ ഓൺലൈനിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരൊറ്റ സെല്ലിൽ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഒന്നിലധികം സെല്ലുകളിൽ അതായത് മൾട്ടിപ്പിൾ സെൽസിൽ വർക്ക് ചെയ്യുന്ന സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.